വെൽക്കം ബാക്ക്. എലമെന്റൽ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രേഡിംഗ് ടൈപ്സിനെ കുറിച്ചാണ്. അതായത് മാർക്കറ്റിനെ നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പല രീതിയിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നിന്നിട്ടുണ്ടാക്കാം, ചിലപ്പോൾ ഒരു കൊല്ലം നിന്നിട്ടുണ്ടാക്കാം, ചിലപ്പോൾ ഈവൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതികളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ട്രേഡിംഗ് ടൈപ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ആദ്യത്തെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ആ ഒരു വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഡേയില്, അതായത് ഒരു ദിവസത്തിന്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡേ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യണം. ഒരു സാധനം വാങ്ങുകയും അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡേ ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡേ ട്രേഡിംഗിലും അതേപോലെ തന്നെ ഓരോ അപ്രോച്ചിലും നമുക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് നമുക്ക് എന്താ പറയാ, പല ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അത് ചിലപ്പോൾ ചില അപ്രോച്ചിൽ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ട്രേഡിംഗിൽ നമുക്ക് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. ചില ടൈപ്പ് ഓഫ് ട്രേഡിംഗിൽ നമുക്ക് അൺലിമിറ്റഡ് അല്ലെങ്കിൽ എന്താ പറയാ, കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡേ ട്രേഡിംഗിൽ നമുക്ക് രണ്ട് രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് രണ്ട് എന്താ പറയാ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഒരു കച്ചവടം നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. ഇതാണ് സാധാരണ നടക്കുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ സെല്ല് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഈ ഫസ്റ്റ് പ്രോസസ് എന്താണ്, നമ്മൾ സാധാരണ ചെയ്യുന്നതിനാണ്. ഇതിനെ നമ്മൾ എന്ത് പറയും, ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ലോങ് പോകുക എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഡേ ട്രേഡിങ്ങിലാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിലാണെങ്കിലും ഫസ്റ്റ് ബൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ലോങ് എന്താണ് പറയുന്നത്, ലോങ് പോവുക, ലോങ് ട്രേഡ് എടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ രണ്ടാമത്തെ ടൈപ്പ് നമ്മുടെ കയ്യിൽ എന്താണ്, ആദ്യമേ നമ്മൾ വിറ്റിട്ട് പിന്നെ വാങ്ങുന്ന രീതിനെയാണ് നമ്മൾ ഷോർട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് ചെയ്യുക, ഷോർട്ട് ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഷോർട്ടാണ് ചെയ്തേക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ പറയുന്നത്. ഇത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, ഫസ്റ്റത്തെ ഈ ഒരു ഡേ ട്രേഡിങ്ങിന്റെ അകത്ത് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസത്തിന്റെ കണക്ക്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 9:15 വരെ, അത് 9:15 തുടങ്ങി 3:15 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. അതായത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഓരോ മൂവ്മെന്റും സ്വിംഗിൽ അനുസരിച്ചാണ് പോകുന്നത്. അതായത് ഓരോ ആട്ടങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഓരോരോ സർക്കുലേഷൻ അല്ലെങ്കിൽ ഓരോ ഓക്സിലേഷനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോരോ എന്താ പറയാ, ഓരോരോ ഈ ഒരു സ്വിങ്ങിനെ ക്യാപ്ചർ ചെയ്യുക. ഈ ഒരു സ്വിംഗ് ആണ്, ഇതൊരു സ്വിംഗ് ആണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് താഴേക്കാണ് പോകുന്നതെങ്കിലോ ഇതൊരു സ്വിംഗ് ആണ്, ഇതൊരു സ്വിംഗ് ആണ്. ഇങ്ങനെ ഓരോരോ സ്വിങ്ങിനെ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിംഗ് ചിലപ്പോൾ ആഴ്ചകളിൽ നടക്കാം, ചിലപ്പോൾ മന്ത്സിൽ നടക്കാം, ചിലപ്പോൾ 2 ആഴ്ചയിൽ നടക്കാം, അപ്പോൾ ചിലപ്പോൾ 3 മാസത്തിൽ നടക്കാം. അപ്പോൾ ഇത്രയും കൂടെ ഒരു ലോങ്ങർ പീരീഡിലേക്ക്, അതായത് അത്ര വലിയ ലോങ്ങർ അല്ല, പക്ഷെ ഇത്തിരി ലോങ്ങർ, ഓവർനൈറ്റ് കഴിഞ്ഞും നമ്മൾ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബൈ പൊസിഷൻ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്വിംഗ് ട്രേഡിംഗിൽ എനിക്ക് ഇതേപോലെ ഷോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഡേ ട്രേഡിംഗ് പോലെയല്ല, അതൊരു ലോങ്ങർ പീരീഡിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലോങ് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ലോങ് പൊസിഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ആദ്യം ബൈ ചെയ്ത് പിന്നെ സെല് ചെയ്യുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇതൊരു ലോങ്ങർ പീരീഡിലേക്കാണ്, പക്ഷെ ഒരു ഭയങ്കര വലിയ ലോങ്ങർ പീരീഡിലേക്ക് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് സ്കാൽപ്പിംഗ്. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ഡേ ട്രേഡിങ്ങിന്റെ അകത്ത് തന്നെ വരുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു എന്താ പറയുക, 2-3 മിനിറ്റിന്റെ അകത്ത് തന്നെ ഒരു പെട്ടെന്നൊരു ചെറിയ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്തിട്ട് വിത്ത് ഹൈ ക്വാണ്ടിറ്റി, അതായത് വലിയ വലിയ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു ചെറിയ മൂവ്മെന്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു ഡേ ട്രേഡിങ്ങിന്റെ അകത്ത് വരുന്നത് തന്നെയാണ് സ്കാൽപ്പിംഗ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഇത് ഈ ഒരു സംഭവം നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. എന്താണ്,
ഒന്ന് ലോങ്ങും ചെയ്യാം, അതേപോലെ തന്നെ ഷോർട്ടും ചെയ്യാം. ഇത് നമ്മൾ എന്തായാലും ചെയ്യുന്നത് പെട്ടെന്ന് അഗ്രസീവ് ആയിട്ടായിരിക്കും, പെട്ടെന്നായിരിക്കും ഇവിടെ എൻട്രീസും അതുപോലെ തന്നെ എക്സിറ്റും നടത്തുന്നത്. അതുകൊണ്ട് ഇത് ആരും അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളിവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഡേ ട്രേഡിംഗ് ആണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് ആണ്. ഇത് നിങ്ങൾ വാറൻ ബഫറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പുള്ളിക്കാരൻ എന്താ ചെയ്തേക്കുന്നത്, ചെറിയ സ്റ്റോക്ക് ചെറിയ പൈസക്ക് മേടിച്ചിട്ട് അതിന്റെ ഒരു ഗ്രോത്തിൽ അയാൾ പൈസക്കാരെയാണ് ചെയ്യുന്നത്. ആ ഒരു സെയിം രീതിയാണ് പൊസിഷണൽ ട്രേഡിംഗ്. നമ്മൾ സ്റ്റോക്സ് വാങ്ങിയിടുക, ഇത് എന്താ പറയാ പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയല്ല, ഇൻ ഫാർ ഫ്യൂച്ചറിൽ അത് നമുക്ക് റിട്ടേൺസ് തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. അതിനെയാണ് നമ്മൾ പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്കിയുള്ളതിൽ, അതായത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് കണ്ടുപിടിക്കണം. ഇവിടെ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ട്രേഡിംഗ് ആണ്. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോസ് എല്ലാം കൃത്യമായിട്ടും അതേപോലെ തന്നെ നല്ല എന്താ പറയാ പേഷ്യൻസോടെയും അതേപോലെ തന്നെ ഭയങ്കര ശ്രദ്ധയോടെയും കാണാൻ, നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ടേക്ക് കെയർ, ബൈ.